ഹലോ ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഏറ്റു ബ്രദേഴ്സ് ഹോം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ടൂർ പോകാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ അടുത്തുള്ള ഒരു 10-30 പേരൊക്കെ കൂട്ടിയിട്ടൊരു ചെറിയൊരു ടൂർ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടൂർ പോവുകയാണ് ഇന്ന്. അപ്പോൾ നമ്മൾ അധികം ദൂരത്തേക്കൊന്നും അല്ല പോകുന്നത്. നമ്മളിത് നമ്മുടെ തൊട്ടടുത്തുള്ള എറണാകുളത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഈ ബസ്സിലുള്ള കുറച്ച് പേര് എറണാകുളമൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ മുക്കാലും പേരും ആദ്യമായിട്ടാണ് കേട്ടോ എറണാകുളത്തിന് പോകണേ. ഞാനിത് സെക്കൻഡ് ടൈമാണ് പോകുന്നത്. ഞാൻ അതിന് മുമ്പ് ചെറുപ്പത്തിൽ 4-ലും 5-ലും അങ്ങാണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോകുന്നത്. അതെൻ്റെ അമ്മയുടെ ചേച്ചീൻ്റെ മോൻ്റെ കൂടെയാണ് കേട്ടോ പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇപ്പോഴാണ് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് കുഞ്ഞിലാണല്ലോ അന്നേരം പോയത്. അന്നേരം നമ്മളങ്ങനെ ഓർമ്മയിലൊന്നും എനിക്കില്ല. പിന്നെ എന്താ മറൈൻ ഡ്രൈവ് എന്തോ പോയ ഒരു ചെറിയൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. നമ്മൾ വെളുപ്പിന് 5:30 പോകാമെന്നും പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ കേറ്ററിംഗ് സർവീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന അവർ ഫുഡും കൊണ്ട് വന്നപ്പോൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി താമസിച്ചോട്ടാണ് പോകുന്നപ്പോൾ. പിന്നെ പോകുന്ന വഴിയിലുള്ള സ്ഥലം എന്നോട് ചോദിക്കരുത്, ഞാൻ മറന്നുപോയി. നമ്മളവിടെ ഒരു പെട്രോൾ പമ്പിൽ ഇറങ്ങി ടോയ്ലറ്റ് സൗകര്യമൊക്കെ നോക്കിയിട്ടാണ് ഇറങ്ങി. അവിടെ ഇറങ്ങി നമ്മൾ അപ്പവും ഗ്രീൻ പീസ് കറിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിച്ചു. അത് കഴിച്ചിട്ട് പിന്നെയും നമ്മൾ യാത്ര തുറന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങ് പറയണ്ടല്ലോ, പിന്നെ ഫുൾ പാട്ട് ഡാൻസ് മേളമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം എല്ലാവർക്കും ഞാൻ തന്നെ വേണമായിരുന്നു. കേസ് എന്നെ ആണെങ്കിൽ ഒരു സീറ്റിലിരിക്കാൻ ഒരു മനുഷ്യൻ അനുവദിക്കില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് എന്നെ പറയുന്നത്, നമ്മൾ ഞാൻ സെക്കൻഡ് ടൈമാണ് ടൂറിസ്റ്റ് ബസ്സിൽ പോകുന്നത്. ഫസ്റ്റ് ടൈം നമ്മൾ സ്കൂളിൽ നിന്ന് പോയപ്പോൾ ആ ഒരു ഓർമ്മയുള്ളൂ. പിന്നെയും നമ്മൾ പോകുന്നത് ഇപ്പോഴാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ മാക്സിമം നമ്മളങ്ങ് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് നടക്കുമായിരുന്നേ. അപ്പൊ ഞങ്ങൾ എവിടെ വന്നിരിക്കുന്നത്? അങ്ങനെ ഞങ്ങൾ ഹിൽ പാലസിൽ വന്നിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ബാക്കി കാണുന്നുണ്ടോ? അതെ, ഭാഗ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നാഗവല്ലീനെ കാണും. പറ്റുന്നുണ്ടെങ്കിൽ നാഗവല്ലീനും കൂട്ടിക്കൊണ്ടേ ഞങ്ങൾ വരത്തുള്ളൂ. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ പോകുന്നു. ഓ, ഐ എം സോ എക്സൈറ്റഡ് അല്ലേ? ഞങ്ങളെല്ലാവരും അത് സൂപ്പറായിട്ടാ കാണാൻ. കാണിച്ചു തരാവേ. യെസ്, അമ്പൽക്കുളം ഉണ്ട്. പക്ഷെ അമ്പൽക്കുളത്തിൽ ആമ്പലില്ല ഗൈസ്, കുറച്ചിലട മാത്രം. അറിയത്തില്ല. അങ്ങനെ നമ്മുടെ ടൂറ് നമ്മൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം ഹിൽ പാലസിലായിരുന്നു. നമ്മുടെ എറണാകുളത്തേക്ക് ടൂർ മാറി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എറണാകുളം ഹിൽ പാലസിൽ പോകണം, കൊച്ചിരാജാൻ്റെ കൊട്ടാരത്തിൽ പോകണം, ഒത്തിരി കാഴ്ചകൾ അവിടെ കാണാനുണ്ടെന്നായിരുന്നു. അങ്ങനെയൊക്കെ പണ്ടത്തെ ആ ഒരു സ്കൂളിൽ നിന്ന് പോയ കണ്ട കാഴ്ചകളുടെ ഓർമ്മയിൽ ഞാൻ വന്നു. പക്ഷേ ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ നന്നായിട്ട് നിരാശയായിപ്പോയി. കാരണം ഞാൻ അന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും ഈ പ്രാവശ്യം ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം മൊത്തം ഫോട്ടോസും അതൊക്കെയുള്ളൂ. പിന്നെ അത് ആ ബാക്കിൽ കാണുന്ന ആന, അതിൻ്റെ ഒരു വലിയ ശില്പമുണ്ട്. അത് ഒറിജിനൽ തടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് പണ്ടത്തെ കാലത്ത് അരി അങ്ങനെയുള്ള എന്തോ ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് വെക്കാനായിട്ട് ഷെൽഫ് പോലെ ഉപയോഗിക്കുന്നതാണെന്നാണ് കേട്ടോ അവിടെ പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ഈ കോണിപ്പടി, ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇത് നമ്മുടെ ആ സിനിമയിൽ നാഗവല്ലീനെ തളയ്ക്കാൻ പോകുമ്പോൾ നെടുമുടി ചേട്ടനെ അവരൊക്കെ നാഗവല്ലീനെ ഫസ്റ്റ് ടൈം കാണുന്നൊരു സീനുണ്ടല്ലോ, ആ സീൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ അലമാരിയിലിരിക്കുന്ന ഈ ചെറു ശില്പങ്ങളെല്ലാം ഒറിജിനൽ ആനക്കൊമ്പും കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. തുടക്കത്തിൽ നമ്മളൊരു ആനയുടെ ശില്പം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബോഡി എല്ലാം പലക കൊണ്ടും ആ കൊമ്പ് ഒറിജിനൽ ആനക്കൊമ്പും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ കൊച്ചിരാജാവിൻ്റെ കൊട്ടാരമാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് എനിക്കെന്നാ പറയുന്നത്, നമ്മൾ അന്ന് കണ്ട ഒന്നും ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ അന്ന് വന്നപ്പോൾ ശോഭനമ്മ വന്ന ആ സോങ്ങിൽ നിൽക്കുന്ന മട്ടുപ്പാവിലൊക്കെ ഒന്ന് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അവിടെ എല്ലാം അടച്ച് നമുക്കൊന്നും അവിടെ പ്രവേശനമില്ല എന്നും പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ മിസ്സായ പോലെ എനിക്ക് തോന്നി. എന്താണെന്ന് എനിക്കറിയത്തില്ല, അന്ന് കണ്ട ഒരു ഭംഗി ഇന്നുണ്ടായിരുന്നില്ല. എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. പിന്നെ അന്നത്തെ രാജകുമാര മുറി കാണാൻ പറ്റുമായിരുന്നു. പിന്നെ അവിടുത്തെ ഉള്ള അവർ റാണിമാർ അവർക്ക് വേണ്ടി മാത്രം കുളിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു കുളമല്ല, ഒരു മുറി ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളെ സാറുമാർ കാണിച്ചു തന്നായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പം അതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മളിത് നേരെ പോകുന്ന ഒരു കുളത്തിലേക്കാണ്. ഈ സ്ഥലം, ഈ ഒരു ഏരിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. കാരണം ഈ ഒരു ഏരിയയിൽ ഇരുന്നിട്ടാണ് മണിച്ചിത്രത്താഴ് സിനിമയിൽ ലാലേട്ടനും സുരേഷ് ഏട്ടനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്ന കുളത്തിലേക്കാണ് കേട്ടോ. അതായത് സുധീഷ് ഏട്ടനെ നമ്മുടെ ലാലേട്ടൻ കിണ്ടി എന്ന് വിളിച്ച് കളിയാക്കുന്ന സീനുള്ളൊരു കുളമുണ്ടല്ലോ,
ആ കുളത്തിലേക്കാണ് അത് പോകുന്നത്. പക്ഷേ ഞങ്ങൾ അന്ന് വന്നപ്പോൾ നമുക്ക് ആ കുളത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങാമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അതെല്ലാം അടച്ചു പൂട്ടി വെച്ചിരിക്കുന്നത്. നമ്മൾ പിന്നെ പഴക്കം ചെന്നുകൊണ്ട് അതൊക്കെ നശിച്ചു പോകുന്നതുകൊണ്ടായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നില്ലാത്ത. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ പുറമെ ഇവിടെ വന്നപ്പോൾ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡിൽ മറ്റേ മാനൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയില്ല, കാരണം നന്നായിട്ട് ചൂടെടുത്ത് വേർത്ത് കുളിച്ചാൽ വന്നത്. അപ്പോൾ ആ ചൂടത്ത് ആ ഊഞ്ഞാലയിൽ ഇരുന്ന് ആടുമ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് ഊഞ്ഞാലാടി. പിന്നെ പിള്ളേർ ഓടിച്ചെന്ന് അത് കണ്ടിട്ട് പോന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു ഡൈനോസറിൻ്റെ ശില്പമുണ്ട്. ഇത് എന്തിനാണ് ഇവിടെ വെച്ചിരിക്കണേ എന്നുള്ളത് എനിക്കറിയില്ല. അന്ന് ഞാൻ കണ്ടതായിട്ടും അന്നും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല, അത് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക, നമുക്ക് വന്നിരുന്ന് റിലാക്സ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും അടിപൊളി സ്ഥലമാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് മെട്രോയിലേക്കായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം മെട്രോയിൽ കയറുമായിരുന്നു. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു. അതിലും എനിക്ക് ഇതായിട്ട് തോന്നുന്നത്, ഞാൻ എക്സലേറ്ററിൽ കയറി ഗൈസ്, എൻ്റെ പൊന്നോ, ഞാൻ എത്ര പേടിച്ച് കുറച്ച് കാറൊക്കെ പോയി അതിലേറിയെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ പടാരടങ്ങിപ്പോൾ ഞാൻ വിറച്ച് തുള്ളി ഒരു വഴിയായിപ്പോയി. എന്നാലും സൂപ്പറായിരുന്നു, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മൾ പിന്നെ ആദ്യമായിട്ട് മെട്രോ കയറാൻ പോവാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. എക്സലേറ്ററിൽ കയറി ഞാൻ വേർത്തു. ഞാൻ ആദ്യം പഠിച്ചിട്ടുണ്ട്, ഇവളൊക്കെ കയറിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കയറാൻ പോയി. അയ്യോ എൻ്റെ ഇനി ബാക്കി അവിടെ ചെന്ന് അടിക്കാം. എക്സലേറ്ററിൽ കയറുമ്പോൾ അയ്യോ ഞാൻ വിറയ്ക്കും. അവിടെ നിൽക്കണം, അവിടെ ഡോറ് വരുന്നേ. നിങ്ങൾ നീങ്ങിക്കരുത്. ഈ ആരോ ഉണ്ടോ, ഈ ആരോ ഡോറ് വരുന്ന സ്ഥലം. എങ്ങനെയുണ്ട്? എത്തിയോ? എവിടെ? ഓ ഇത് എന്തിനാ നിങ്ങൾ പറയായോ? Please stand away from the doors. നമ്മൾ മെട്രോ ഇറങ്ങി നേരെ മഹാരാജാസ് കോളേജിൻ്റെ അവിടെയാണ് കേട്ടോ ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ ബസ് കയറി വന്നിട്ടുണ്ടായിരുന്നു. മറൈൻ ഡ്രൈവിലായിരുന്നു. മറൈൻ ഡ്രൈവിൽ നമ്മൾ ബോട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ബോട്ടിങ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ട് നേരെ ബോട്ടിൽ വന്ന് കയറി. തുടക്കത്തിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, കാരണം പലയിടത്തും ബോട്ട് മറിഞ്ഞ് അപകടങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് പേടിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നോളാമെന്ന് പറഞ്ഞു, പക്ഷേ ഞങ്ങളെ തന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ അവരെ സമ്മതിച്ചില്ല കേസ്. അതുകൊണ്ട് ഞങ്ങളും കൂടെ പോന്നു. പിന്നെ നമ്മൾ ഈ കാണുന്ന നിങ്ങൾക്കറിയോ, ഇത് നമ്മുടെ ബോൾഗാട്ടി പാലസാണ്. ബോൾഗാട്ടി പാലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളി നക്ഷത്രത്തിലെ ആ വീട്, പിന്നെ മൈ ബോസിൽ ദിലീപേട്ടൻ്റെ വീടായിട്ട് കാണിക്കുന്ന ആ വീടാണ് കേട്ടോ. അവിടെ തന്നെ രാജുവേട്ടൻ്റെ വേറൊരു ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു അവിടെ. പക്ഷേ പൃഥ്വിരാജേട്ടനൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ. പിന്നെ അവിടെ നല്ല ഹൈറ്റൊക്കെ ഉള്ളൊരു ബ്ലാക്ക് ഷർട്ട് ഒരു പുള്ളി നിൽപ്പുണ്ടായിരുന്നു. കുറേ ആൾക്കാരും ചുറ്റിയുണ്ട്. അത് പൃഥ്വിരാജാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, ആണെന്ന് തോന്നുന്നു. എന്താ പറയുന്നത്. പിന്നെ ബോട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതും ഒരു ഫസ്റ്റ് ടൈം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ബോട്ടിൽ കയറുമായിരുന്നു. അതിൻ്റേതായ നല്ല പേടി തുടക്കം കയറിയപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങ് സെറ്റായിട്ടോ, കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ എന്നാ പറയുന്നത്, ഡോൾഫിനെ കണ്ടു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ വിട്ടുപോയി, കാരണം ആദ്യം നമ്മൾ കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവിടെ വായും പൊളിച്ച് നോക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ബോട്ടിൻ്റെ മണ്ടയിൽ കൂടെ ഒരു വലിയ ഹെലികോപ്റ്റർ പോയി. അതും കുറേ നാളിന് ശേഷം അത്ര അടുത്ത് ഈ സാധനത്തിനെ കണ്ടപ്പോൾ അതും എനിക്ക് ഭയങ്കര എന്താ പറയുന്നത്, നമ്മൾ ഈ കുഞ്ഞു പിള്ളേർ മിഠായിക്കടയുടെ ഫ്രണ്ടിൽ വായി നോക്കി നിൽക്കുന്ന പോലെ ഇതിന് അതിലോട്ട് നോക്കി ഇരിക്കുമായിരുന്നു. പിന്നെ ഇത് മറ്റേ അയ്യോ ആ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയില്ല. അല്ല, കണ്ടെയ്നറുകൾ വെക്കുന്ന അതിൻ്റെ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. പിന്നെ ഇപ്പം കണ്ട ആ കപ്പലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറിയയിലൊരു കപ്പലാണ് കേട്ടോ. അപ്പോൾ ഒരു 500 മേലെ കണ്ടെയ്നേഴ്സ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വലിയ കപ്പലായിരുന്നു കേട്ടോ. അതും കണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി വന്നു. അവിടെ പിന്നെ അവർ നമുക്ക് വേണ്ടിയിട്ട് DJ പാട്ടൊക്കെ ഇട്ട് തന്നു. പിന്നെ കുറേ നേരം തുള്ളിക്കളിച്ച് ഡാൻസൊക്കെ കളിച്ച് അവിടെ ഇരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോകുന്ന വലാർപാടം പള്ളിയിലേക്കാണ് കേട്ടോ. കാരണം നമ്മൾ ഉച്ചയ്ക്ക് അവിടെ ബോട്ടിൽ നമുക്ക് ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ എന്തോ
പ്രശ്നങ്ങളും നമ്മളോട് പറഞ്ഞ് അവർ പൈസ മേടിച്ച് നമ്മളോട് അവിടെ നിന്ന് ആ ബോട്ടിൽ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം തരാമെന്നും പറഞ്ഞിട്ടാണ് അവർ ബോട്ടിൽ കയറ്റിയത്. പക്ഷേ തിരിച്ച് വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു അത് ഈ ബോട്ടല്ല വേറെ ബോട്ടാന്നൊക്കെ പറഞ്ഞ് പിന്നെ അത് പ്രശ്നം. പിന്നെ പിള്ളേരൊക്കെയാണ് വിശന്ന ഒരു വഴി ആയതുകൊണ്ട് പിന്നെ നമ്മളത് നോക്കി നിന്നില്ല. പിന്നെ നമ്മൾ നേരെ വല്ലാർപാടം പള്ളിയിലേക്ക് വന്നു. അവിടെ നമുക്ക് ഫുഡിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരാൾക്ക് 20 10 രൂപ വീതം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഹാൾ ഓപ്പൺ ചെയ്ത് തരും. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നൊന്നും എടുത്തില്ല, കാരണം പിള്ളേർ അപ്പോൾ പാറക്കുട്ടിയൊക്കെ കിടന്ന് ഭയങ്കര കരച്ചിൽ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചു. പള്ളിയിൽ കയറി മനസ്സൊരുക്കി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മളവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോകുന്നത് നമ്മൾ നേരെ വന്നത് പാർക്കിലേക്കായിരുന്നു. പാർക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി വന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒന്ന് കുറച്ച് നേരം ചില്ല് ചെയ്ത്, കാരണം ഈ വെയിലത്തൂടെ തന്നെ നടന്ന് നമ്മളാകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ ഇച്ചിരി പിള്ളേർ സെറ്റും ഉണ്ടായിരുന്നു, അവർക്ക് എൻജോയ് ചെയ്യാൻ കളിക്കാൻ പറ്റിയൊരു സ്ഥലം നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ നമ്മൾ നേരെ പാർക്കിൽ വന്നിട്ട് പാർക്കിൽ വന്നു കഴിഞ്ഞപ്പോൾ അപ്പക്കുട്ടനും പാറക്കുട്ടിയൊക്കെ ഫുൾ ഹാപ്പി. അവർ ഈ ഒരു സാധനത്തിൽ കൂടെ മാത്രം, ഈ ഊർന്ന് കളിക്കുന്ന സാധനത്തിൽ കൂടെ മാത്രമാണ് കേട്ടോ കയറിയത്. അതിൻ്റെ അപ്പുറത്തോട്ടും ഏതാണ്ടൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കടലിൻ്റെ സൈഡിലിരിക്കാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഇവർ എന്ത് ചെയ്ത അങ്ങോട്ട് വരത്തില്ലായിരുന്നു. അവർ ഈ ഒരു ഇതിനകത്ത് തന്നെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. പിന്നെ ആ മഴയൊക്കെ പെയ്ത് ചെളിയുള്ളതുകൊണ്ട് അപ്പോസിൻ്റെ ഉടുപ്പിൽ കൂടെ ഒക്കെ മൊത്തം ചെളിയായി. പിന്നെ അവർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്നാൽ ഇവിടെ കുറേ നേരം കളിച്ചോട്ടെ, നമ്മുടെ ഇടുക്കിയിലാണെങ്കിലും അങ്ങനെ വലിയ പാർക്കുകളൊന്നുമില്ല, നമുക്ക് എപ്പോഴും പോകാനും പറ്റത്തില്ല. അപ്പോൾ പിന്നെ കുറേ നേരം അവരവിടെ കളിച്ചോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. ഇവിടെ ഒന്നും നമ്മളെ കയറ്റത്തില്ല കേട്ടോ. നമ്മളൊന്ന് അവിടെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കയറാവുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് പിന്നെ അവിടെയൊക്കെ പോയി ഇരിക്കാം, പിള്ളേർ കളിക്കുന്ന കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ഇത് ജിറാഫ് പോലെ ക്ലൈംബ് ചെയ്ത് കയറുന്നൊരു സാധനമായിരുന്നു. അപ്പൂസിനെ അതിൽ കയറ്റാൻ എനിക്ക് പേടിയായിരുന്നു. അബിക്കുട്ടന് അതിൻ്റെ മണ്ടയിൽ തന്നെയായിരുന്നു ഫുൾ ടൈം. ഈ കേരളം ഇറങ്ങലും തന്നെയായിരുന്നു. അതിൻ്റെ മണ്ടയിലേക്ക് കയറാൻ പറ്റില്ല, അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പിലൊരു കമ്പിയില്ല, അത് അവൻ ആ കമ്പിയുടെ ഇതിൽ കൂടെ എൻ്റെ മണ്ടയിലോട്ട് വലിഞ്ഞു കയറാനൊരു പരിശ്രമമൊക്കെ നടത്തി. പിന്നെ ഞാൻ സമ്മതിച്ചില്ല, കാരണം എങ്ങാനും കയറ്റി വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു വഴിയാവുമല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മളത് സമ്മതിച്ചില്ല. പിന്നെ അപ്പൂസും പാറും കൂടെ ഊഞ്ഞാലിൽ പോയിട്ടോ. അത് ആ ഊഞ്ഞാലിൽ കയറാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ചെറിയ കശപിശയൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൂസ് അതിൻ്റെ അപ്പുറം വേറൊരു ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പൂസ് അവിടെ പൊക്കളാന്നും പറഞ്ഞ് അപ്പൂസ് പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പാർക്കിൽ നിന്ന് പോന്നിട്ട് നേരെ നമ്മൾ ബീച്ചിലേക്കാണ് വന്നത്. ബീച്ചെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ആദ്യമായിട്ട് കാണുന്ന ബീച്ച്. അതിൻ്റെ അതിൻ്റെ സൗണ്ടും അതൊക്കെ ഉണ്ടായിരുന്നു. തരരുന്നുണ്ടോ? അങ്ങോട്ടൊന്നും പോകല്ലേ, ഇവിടെ പിന്നെ ബീച്ചിൽ ചെന്നപ്പോൾ ബീച്ച് കളിക്കാൻ വേണ്ടി പാറൂസാണെങ്കിൽ ബക്കറ്റും അതിൻ്റെ കോരാനുള്ള തവി, പിന്നെ ആമയോ മുയലോ ഏതാണ്ടൊക്കെ രൂപങ്ങളുണ്ടായിരുന്നു, അത് മേടിച്ചു. അപ്പുക്കുട്ടനും അബിക്കുട്ടനും ആണെങ്കിൽ പട്ടമാണ് കേട്ടോ മേടിച്ചത്. ഈ ബ്ലൂ ആണെങ്കിൽ അബിക്കുട്ടൻ്റെയും ഗോൾഡൻ ആണെങ്കിൽ അപ്പൂസിൻ്റെയും പട്ടമാണ്. നമ്മുടെ ഇവിടെ പട്ടം പറത്താനുള്ള സാഹചര്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് പട്ടം പറത്തിയപ്പോൾ ഞങ്ങളും അമ്മമാരുടെ കയ്യിൽ നിന്ന് മേടിച്ച് പട്ടം പറത്തിയിട്ട്, കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് പട്ടം പറത്തുക. ഞാൻ എൻ്റെ കുഞ്ഞിനൊന്നും പട്ടമൊന്നും കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളും ഒരു കുഞ്ഞു കുട്ടികളായി. പിന്നെ ഇവന്മാരുടെ ഹാപ്പിനെസ്സും സന്തോഷവും, അവന്മാരാണെങ്കിൽ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മളധികം നേരം മേടിച്ചില്ല. നമ്മൾ അവന്മാരുടെ കയ്യിലങ്ങ് കൊടുത്തു. അവന്മാരാണ് അതും കൊണ്ട് അടിച്ച് പൊളിച്ച് നടക്കുമായിരുന്നു. പിന്നെ ഒരു പറ്റിയെന്ന് പറഞ്ഞാൽ അപ്പക്കുട്ടൻ്റെ പട്ടം അപ്പക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് പറന്ന് അതങ്ങോട്ടോ പോയി. അബിക്കുട്ടൻ്റെ പട്ടം മൊത്തം കെട്ടുകൂടിപ്പോട്ടെ. പിന്നെ അത് രണ്ടും നമുക്കവിടെ കളഞ്ഞിട്ട് വരേണ്ട വന്നു. കാരണം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടും കാര്യമില്ല, ഇവിടെ പറപ്പിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. എന്നാ പറയുന്നത്, നമുക്ക് ഇവിടെ ബീച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് മിസ് ചെയ്യും കേട്ടോ. നമ്മൾ ഇടുക്കിയിൽ നമുക്കില്ലാത്തതിൻ്റെ ഒരു വിഷമം അവിടെ ചെല്ലുമ്പോൾ തന്നെ നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ സൺസെറ്റ് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല, നമുക്ക് സൺസെറ്റ് കാണാനായിട്ടില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ ചെന്ന്
വന്ന സമയം തൊട്ട് പിന്നെ വൈകുന്നേരം പോരുന്നോടം വരെയുള്ള ആ സൂര്യൻ്റെ ആ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് മറക്കാനേ പറ്റത്തില്ല. കാരണം ഞാനതൊക്കെ സിനിമയിലോ അല്ലെങ്കിൽ നമ്മൾ ഈ പടങ്ങളൊക്കെ വരയ്ക്കുമ്പോഴൊക്കെ കാരണം ആദ്യം ഒരു ലൈറ്റ് മഞ്ഞ, പിന്നെ അത് ഡാർക്ക് ഓറഞ്ച്, അവിടെ അങ്ങനെ ചില പടങ്ങളൊക്കെ നമ്മൾ കാണുന്നത് പോലെയായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. എടി പോണു അങ്ങ് പോക്കോളൂ, വിളിക്കുന്നില്ലെങ്കിൽ ആ വഴി. അപ്പോൾ നമ്മുടെ ടൂറിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇത്. ഏത് ബീച്ചാണ് പെണ്ണെ? ചിറായി. ഞങ്ങൾ ചിറായി ബീച്ചിൽ വന്ന് കുത്തിരിക്കുകയാണ് ഗൈസ്. സൂര്യനെ നോക്ക്, നിങ്ങൾ സൂര്യനെ നോക്കൂ. ഹലോ ഗൈസ്, ഒരു പാറു ഇവിടെ. അപ്പുക്കുട്ടൻ ആദ്യമായിട്ടാണ് കടൽ കാണുന്നത്, അതുകൊണ്ട് തന്നെ അപ്പുക്കുട്ടൻ തുള്ളി കളിച്ച് കിടക്കും കേട്ടോ. ഞങ്ങളിങ്ങനെ സൺസെറ്റ് കാണാൻ വേണ്ടി ഇരിക്കുക. സൺസെറ്റ് കാണുമോ, സൂര്യൻ കടലിലോട്ട് താഴോ പൊങ്ങുമെന്നൊന്നും അറിയത്തില്ല. കാണാം, സൂര്യൻ ഇങ്ങനെ ഓറഞ്ച് കളറൊക്കെ ആയിട്ട്. ഞാൻ സിനിമയിൽ മാത്രം കണ്ടിട്ടോ, നേരിട്ട് കണ്ടപ്പോൾ ഐ എം സോ ഹാപ്പി. കിടക്കണോ? കിടക്കണ്ട, വേണ്ട. ഫുള്ള് നനയ്ക്കണ്ടടാ, ചൊറിയ മുപ്പ. അപ്പോൾ ഇന്നിനിപ്പോൾ വൈകുന്നേരം ഒരു 7 മണി വരെ ഞങ്ങൾ ഈ ബീച്ചിൽ കുത്തിയിരിക്കും. വേറെ പരിപാടിയൊന്നുമില്ല. ബീച്ചിലാണ് ഞങ്ങൾ ഫുൾ ടൈം എടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ അങ്ങേറ്റത്തൊക്കെ ബീച്ച് കിടപ്പുണ്ടല്ലേ, കപ്പലുകൾ കിടപ്പുണ്ട്. ഭൂമിയുടെ അറ്റം അതാണെന്ന് തോന്നിപ്പോവും അല്ലേടി. ഇതെവിടെ കൊണ്ട് ഭൂമി തീരുവാന്നല്ലേ തോന്നുന്നേ. കടലും മുട്ടി കിടക്കുന്നു, ആകാശം മുട്ടി കിടക്കുന്നല്ലേ. ഓ മൈ ഗോഡ്, സൂര്യൻ മങ്ങുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ലൈറ്റ് കുറവായിരിക്കും. ലൈറ്റ് കുറഞ്ഞാൽ ഞാൻ കറുത്തു, അതുകൊണ്ട് ബാക്കിയൊക്കെ ബാക്ക് ക്യാമിലേ എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ കുറേ നേരം ബീച്ചിൽ അടിച്ച് പൊളിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ചു പോന്നു. കാരണം നമുക്ക് ഇടുക്കി വരെ എത്തണമായിരുന്നു. അത് കഴിഞ്ഞ് രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് നിർത്തിയിട്ടോ. കറക്റ്റ് സ്പോട്ട് ഞാൻ നോട്ട് ചെയ്തില്ല, സോറി. നമ്മൾ പുഴയോരം എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. എൻ്റെ പൊന്നു മക്കളെ ഒന്നും പറയാനില്ല. അവിടുത്തെ സർവീസ് അടിപൊളി, അതുപോലെ അവിടുത്തെ ഫുഡ്, ആ ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാനില്ല. നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്ന പോലെ, നമുക്ക് ഒരുപാട് പരിചയമുള്ളൊരു സ്ഥലത്തോട്ട് കയറി ചെല്ലുന്ന പോലെയായിരുന്നു. ഇവിടുന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം അൽഫാം കഴിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എൻ്റെ പൊന്നു മക്കളെ, അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും പോട്ടെ. ഇടുക്കിയിൽ നിന്ന് ഒരിടത്തും ഞാൻ ഇത്ര ടേസ്റ്റിലുള്ള ഫുഡ് കഴിച്ചിട്ടില്ല. പിന്നെ പിള്ളേർ ചിക്കൻ നൂഡിൽസ് പറഞ്ഞു, ഞാനും ചേച്ചി ഫ്രൈഡ് റൈസ് ആയിരുന്നു പറഞ്ഞു. ഫുഡ് വരുന്നതോടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എൻ്റെ ഫോൺ ഓഫായിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് അടിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ടാറ്റാ.